വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണ്. ഇതുവരെ നമ്മൾ 19 ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിച്ചത്. ഇന്ന് 20ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 30 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണല്ലോ, 30 ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കണേ. 30 ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 ക്വസ്റ്റ്യൻ പേപ്പറും ഒരുമിച്ച് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ 10 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ചെയ്യാം. അതിനുശേഷം 30 ഒരുമിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ശരിക്കും 1.25 മണിക്കൂർ ടൈം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പരീക്ഷ എഴുതുന്നത് പോലെ OMR ഷീറ്റ് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നമ്മൾക്ക് തെറ്റുണ്ടോ എന്ന് അറിയാലോ. എല്ലാ ക്വസ്റ്റ്യൻ എല്ലാം അരച്ച് കലക്കി കുടിച്ചു പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തെറ്റില്ല എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമുക്കൊരു PSC പരീക്ഷ എഴുതുന്ന എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. പിന്നെ ടൈമിനുള്ളിൽ തീർന്നില്ലേ, ഇപ്പൊ മാത്സ് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ലേ, അതുപോലെ തന്നെ ബബിൾ ചെയ്യുമ്പോഴൊന്നും തെറ്റു വരുന്നില്ലല്ലോ, ഇതൊക്കെ അറിയാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലേക്ക് കടക്കാണ്. ഇന്ന് നമ്മള് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ? 104/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കേട്ടോ. 2024 നടന്നിട്ടുള്ള പരീക്ഷയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കണേ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ്, ശരിയാണ്. മൗലിക അവകാശങ്ങൾ 6 ഉണ്ട്, അത് ശരിയാണ്. ഇന്ത്യയുടെ ഭരണഘടന ലിഖിത ഭരണഘടനയാണ്, അത് 3 ശരിയാണ്. ആമുഖം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല, അതാണ് തെറ്റ്. അപ്പോ നമ്മൾ ലിഖിത ഭരണഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെ, ആ ലിഖിതമായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ കേട്ടോ. അടുത്തത് ഹോട്ട് ടോപ്പിക്സ് അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ആ ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ മാസം 26-ാം തീയതിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആര് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ പറയുന്നത് PSC ആൻസർ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ശരിക്കും മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത കുറച്ചും അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ അടങ്ങുന്ന കുറെ കാര്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ കൊടുത്തത്. അങ്ങനെയാണ് PSC ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത, ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തു 1951. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി എന്നുള്ളതാണ്. ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ് അല്ലെ. അത് നമുക്കറിയാം. അതാണ് എന്താ തെറ്റായിട്ടുള്ളത്. ഒന്ന് മാത്രമേ തെറ്റുള്ളൂ. ഡൽഹിയിൽ കലാപം നയിച്ചു ബഹദൂർ ഷാ രണ്ടാമൻ, ഹിന്ദു മുസ്ലിം ഐക്യം, കലാപത്തിന്റെ ശക്തി, അതൊക്കെ ശരിയാണ്. സാരെ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരി അല്ലാത്തത് ഏത്? ശരി അല്ലാത്തത് 2ാം വട്ട മേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതും 5 തവണ കേരളത്തിൽ വന്നു എന്നുള്ളതും മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നുള്ളതും ശരിയാണ്. അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് തെറ്റ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഏതാണ്? സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു എന്നുള്ളത് ദേശീയ മുദ്ര, അത് ശരിയാണ്. അശോക ചക്രത്തിന് 21 ആൾക്കാരല്ല 24 അപ്പൊ ഇത് തെറ്റാണ്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്, അപ്പൊ ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇനി കുണ്ടറ വിളംബരം എന്നാണ് നടന്നത്? 1809 ജാനുവരി മാസം 11-ാം തീയതിയാണ്. നിങ്ങൾ നോക്കൂ, 984 മകരമാസം 1-ാം തീയതിയാണ് എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളോ. 12ാമത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് 12ാമത്തെ ചോദ്യം. മലബാർ കലാപം 1921 ശരിയാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാറാണ്, അത് തെറ്റാണ് കേട്ടോ. മലബാർ കലാപം ലക്ഷ്മണസ്വാമി മുതലിയാർ അല്ല, അപ്പൊ അത് തെറ്റാണ് കേട്ടോ. അപ്പൊ 1ാമത്തെ ശരിയാണ്, 2ാമത്തെ തെറ്റാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണയുണ്ടായിരുന്നു, ശരിയാണ്. അപ്പൊ 1ഉം 3ഉം ആണ് ആൻസർ. 1ഉം 3ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് അല്ലെ. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര് എന്നാണ് ചോദ്യം. അത് റാണി ഗൗരി പാർവതി ബായി ആണ് എന്നുള്ളതാണ് ശരി കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേര് എന്താണ്? ആറ്റിങ്ങൽ കലാപം എന്നാണ്. ഏതാണ് സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപമാണ്. ഇനി അടുത്തത്, പഴശ്ശി രാജാവ് എന്നാണ് വീരചരമം പ്രാപിച്ചത്? 1805
നവംബർ മാസം 30 1805 നവംബർ 30 ഓർക്കാം. മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്നൊക്കെ പറയും. അതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് 93.91%. ഇവിടെ റൗണ്ട് ചെയ്ത് 94% കാണുന്നുണ്ട്. അതാണ് PSC ആൻസർ കൊടുത്തത്. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. പക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഹോമി ജഹാംഗീർ ബാബ അഥവാ HJ ബാബ ആണ്. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിന് ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇത് കേന്ദ്ര ലളിതകലാ അക്കാദമിയെ കുറിച്ചാണ് പറയുന്നത്. കേരള ലളിതകലാ അക്കാദമിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ കേരള സാഹിത്യ അക്കാദമിയാണ്, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ്, കലാമണ്ഡലാണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയാ പറയാ കേട്ടോ. ഇതിന്റെ ആസ്ഥാനം ശരിക്കും രവീന്ദ്ര ഭവൻ എന്നാണ്. എന്താണ്? രവീന്ദ്ര ഭവൻ ട്ടോ. രവീന്ദ്ര ഭവനാണ് ആസ്ഥാനം. അടുത്തത് നോക്കൂ, 22ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ? മൂന്ന് ടോപ്പിക് ഹോട്ട് ടോപ്പിക്സ് പഠിച്ചപ്പോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോൺ മത്തായി ആണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന് ഓർത്തു വെച്ചോളോ. 24ാമത്തെ ചോദ്യം. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? മക്കളെ, ചന്ദ്രയാൻ അതുപോലെ മംഗൾയാൻ ഇതൊക്കെ എപ്പോഴും എന്താ പറയാ ISRO ചെയർമാൻമാരെ കുറിച്ച് ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നത്, അവരുടെ പ്രോജക്ട് ഡയറക്ടർമാരെ കുറിച്ച് ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്നും കാണുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കുക. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. ശരിയായിട്ടുള്ളതാണ്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. അതും ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ശരിയാണ്. അപ്പൊ എല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി 25ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതായത് ശരിയല്ലാത്തതാണ് പറഞ്ഞേക്കണേ. ഇതില് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ശരിക്കും ഇടനാടിന്റെ ഉയരം. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം മാത്രമാണ്, പക്ഷെ ഉയരം കുറഞ്ഞതാണ്, ഉയരം കൂടിയതല്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഭൂരിഭാഗം വനങ്ങളൊന്നല്ല, ധാരാളം കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇവിടെ. നെല്ല്, ചേന, ചേമ്പ്, കാപ്പി, റബ്ബർ, വാഴ, അല്ലെ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് അത് വനമൊന്നല്ല. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എന്താണ് ചേർന്നതാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ എന്താണ് ഇതിൽ 2ഉം 3ഉം ആണ് തെറ്റ്. 2ഉം 3ഉം തെറ്റാവുമ്പോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് എടുക്കണ്ടേ. തെറ്റായിട്ടുള്ളതല്ലേ ചോദിച്ചേക്കണേ. അടുത്ത ചോദ്യം എന്താണ്? 26ാമത്തെ ചോദ്യമാണ്. 26ാമത്തെ ചോദ്യം. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് എവിടെയാണെന്ന്? തുഷാരഗിരി കോഴിക്കോടാണ്, ചീയപ്പാറ ഇടുക്കിയാണ്, പാലരുവി കൊല്ലമാണ്, വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. വാഴച്ചാൽ തെറ്റാണ് കേട്ടോ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 27. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യത്തിന്റെ പേര് മിസ് കേരള എന്നാണ്. ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഓപ്ഷൻ ഡി 27D ആണ് ആൻസർ. അപ്പൊ ക്ലിയർ ആയില്ലേ? 28ാമത്തെ ചോദ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് 28ാമത്തെ ചോദ്യം. അല്ലെ, കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. ശരിയായതാണ് പറയണേ. അപ്പോ ആറളം, അത് ശരിയാണ്. അടുത്തത് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ്. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണ്. അല്ല, 2ാമത്തെ വലിപ്പത്തിലുള്ളതാണ് വയനാട്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. അതുമല്ല. അപ്പൊ നമ്മൾ ഏതാണ് ഇതില്? 1ഉം 3ഉം 1ഉം 2ഉം അല്ലെ, 1ഉം 2ഉമാണ് ഇവിടെ എന്ത്
28 ആൻസർ. അപ്പൊ 1, 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരിക. ഏതാണ്? അപ്പോ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതത്തിന്റെ പേര് പറഞ്ഞേ നിങ്ങള്. വയനാട് അഥവാ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം വലിപ്പത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വന്യജീവി സങ്കേതവുമാണ് എന്ന് ഓർക്കുക. ഇനി അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യമല്ലേ. എന്താ ചോദിച്ചേ? കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാന്ന്, തെറ്റായത് ഏതാന്നാ ചോദിച്ചേക്കണേ കേട്ടോ. തെറ്റായത്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഇടുക്കിയിലാണ്. ശരി. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി. തെറ്റ്. ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ശരി അല്ലെ. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്, അല്ലാണ്ട് ഇരവികുളത്തല്ല. അപ്പൊ തെറ്റ് ഏതൊക്കെയാണ്? 2, 4 തുടങ്ങിയവയാണ് തെറ്റ്. 2, 4 ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്. അടുത്ത ചോദ്യം 30ാമത്തത്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നു, കണ്ടെത്തുക. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ അല്ലെ. കബനിയും പാമ്പാറും ഉണ്ട്. കബനിയും ഉണ്ട്, പാമ്പാറും ഉണ്ട്. ഒരെണ്ണം കൂടി ഉണ്ട്, ഭവാനി. അത് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 31ാമത്തെ ചോദ്യം ഏതാണ്? വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തുകൾ പദ്ധതികൾ വിലയിരുത്തുകയും മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിന്റെ പേര് ശാസ്താംകോട്ട എന്നാണ്. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ഒരു ജില്ല ഏതാണ്? കടൽ തീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കേരളത്തിലെ കരബന്ധിത ജില്ല എന്ന് വിളിക്കുന്നത് കോട്ടയം ജില്ലയെയാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി അല്ലെ. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ജലവൈദ്യുത പദ്ധതികൾ. ടീച്ചർ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതിലെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ശബരിഗിരി എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെയാണ് കക്കാട് ജലവൈദ്യുത പദ്ധതിയും എവിടെ തന്നെയാണ്? പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ട്ടോ. എവിടെയാണ്? പത്തനംതിട്ടയാണ് ട്ടോ. ഇന്ത്യയിലെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പൊ തീരസമതലങ്ങൾ കുറച്ചു നേരത്തെ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏതാണെന്ന് അറിയാമോ? തീരസമതലവുമായി കിഴക്കൻ തീരസമതലം. ഏതാണ്? കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. ശരി അല്ലാത്തത് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ശരിയായിട്ടുള്ളതാണ്. താരതമ്യേന വീതി കുറവാണ്. അത് ശരിയല്ല. അപ്പൊ 2ാമത്തെ ശരിയല്ല. അടുത്ത് നോക്കൂ. കായലുകളും അഴിമുകളും കാണപ്പെടുന്നു. അതും ശരിയല്ല. അപ്പൊ 2ഉം 3ഉം ശരിയല്ല. ഡെൽറ്റ രൂപീകരണം നടത്തുന്നു. അത് ശരിയാണ്. അപ്പൊ ഏതാണ്? 35 ഡി ആണ്. 2ഉം 3ഉമാണ് ആൻസർ. ഇനി 36ാമത്തെ ചോദ്യത്തിലേക്ക് വരൂ. 36ാമത്തെ ചോദ്യത്തിൽ എന്താ പറയണേ? 36ാമത്തെ ചോദ്യത്തിൽ പറയണത് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാ പറയണേ. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമുണ്ട്. അപരതര തീവ്രത കൂടുതലാണ്. ഇത് 2ഉം ശരിയാണ്. അപ്പൊ തീവ്രത കുറവ് തെറ്റല്ലേ മക്കളെ? അപ്പൊ 3ാമത്തെ തെറ്റാ. വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശ അത് തെറ്റാ. അപ്പൊ 36ല് 3ഉം 4ഉമാണ്. 3ഉം 4ഉം എന്ന് പറയുമ്പോ ഏത് വരും? 36ല് ഓപ്ഷൻ ബി ആണ് വരിക. ഇനി അടുത്തത് 37ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തുറമുഖങ്ങൾ പടിഞ്ഞാറ് പ്രദേശത്തുള്ളത്, കിഴക്കൻ പ്രദേശത്തുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർത്ത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. 37ല് എവിടെയാണ് പടിഞ്ഞാറുള്ളത്? പടിഞ്ഞാറുള്ളത് ഏതാന്നാ പഠിക്കണ്ടേ? പടിഞ്ഞാറുള്ളത് നവശേവ പടിഞ്ഞാറുള്ളതാണ്. അതുപോലെ തന്നെ കണ്ട്ല പടിഞ്ഞാറാണ്. ഇത് 2ഉം പടിഞ്ഞാറല്ല. ക്ലിയർ ആയില്ലേ? ഇനി 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായില്ലേ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി ഹോട്ട് ടോപ്പിക്സില്. അപ്പൊ എന്തായാലും ഉത്തരം 38ല് 1 കാരക്കോറം ശരിയായിട്ടുള്ള ആൻസർ ആണ്. സസ്കറും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഹിമാചലും ശിവാലിക്കും പെടില്ല. അപ്പോ ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ 1ഉം 3ഉമാണ് ആൻസർ പറയേണ്ടത്. 39ാമത്തെ ചോദ്യം. ഏത് നദിയുടെ പോഷക നദിയാണ്? കബനി. കബനി, ഭവാനി, പാമ്പാർ തുടങ്ങിയ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളും കൂടിയാണ്. 3 ഉള്ളൂ. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യമാണ്. 2024ലെ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? അതായത് ഇന്ത്യയും
അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുമാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും 1ഉം 3ഉം അതാണ് അതിന്റെ ആൻസർ. അടുത്തത് 41. 2023 വയലാർ അവാർഡ് ആർക്കാ കിട്ടിയ? 2023 ശ്രീകുമാരൻ തമ്പിക്കാണ് വയലാർ അവാർഡ് കിട്ടണേ. 2024 വയലാർ അവാർഡ്, 24 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, അശോകൻ ചെരുവിൽ ആണ് കിട്ടുന്നത്. 2025 വയലാർ അവാർഡ്, 25 വയലാർ അവാർഡ് സന്തോഷ് കുമാറിനാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വയലാർ അവാർഡ് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പി അല്ലെ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് ഏതിനാണ് എന്നും കൂടെ പഠിക്കുക. ജീവിതം ഒരു പെൻറ്റുലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയത്. സന്തോഷ് കുമാറിന് 2025 കിട്ടിയത് തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. ഇനി 2024 അശോകൻ ചെരുവിലിന് കിട്ടിയത് കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ്. അപ്പോ വയലാർ അവാർഡ് 23, 24, 25 നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. 2024 G20 ഉച്ചകോടിക്ക് വേദി ആകുന്ന രാജ്യം, 2024 വേദി ആയ രാജ്യമായി ഇപ്പോ അതേതാണ്? ബ്രസീലാണ്. ഇനി 44 താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഏതാണ്? കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. ഈ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? രാജ്യത്തിന്റെ ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത് എന്ന് ഓർത്തുവെക്കാം. അപ്പൊ 44D ഓപ്ഷൻ 3 മാത്രമാണ് ആൻസർ. 45ാമത്തെ ചോദ്യം, കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. ഏതാണ് കഥകളിയിലെ വേഷങ്ങൾ? അതായത് കത്തി, കരി, താടി, അതുപോലെ തന്നെ ഏതാണ്? പച്ച, മിനുക്ക് തുടങ്ങിയ, കത്തി, കരി, താടി, മിനുക്ക്, പച്ച തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത്? കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 45C ആണ്. 1ഉം 3ഉമാണ് ആൻസർ. 46ാമത്തെ ചോദ്യം, കഥകളിയെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. 46ാമത്തെ, കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? അതായത് ക്രിക്കറ്റ്, ഹോക്കി, അതുപോലെ തന്നെ ഫുട്ബോൾ. 1ഉം 3ഉമാണ് ആൻസർ. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. അപ്പോ ക്രിക്കറ്റിൽ 11 ആണ്, ഫുട്ബോളിൽ 11 ആണ്, ഹോക്കിയിൽ 11 ആണ് അല്ലെ. അതുപോലെ തന്നെ അടുത്ത ബേസ്ബോൾ ആണ് ചോദിക്കുന്നത് വെച്ചാലോ. ബേസ്ബോളിൽ എത്ര പേരാ കളിക്കുക? ബേസ്ബോളിൽ കളിക്കുക 9 പേരാണ്. ബേസ്ബോള് 9 പേര് കളിക്കും. കബഡിയില് എത്ര പേര് കളിക്കും? കബഡി കളിക്കാര് 7 പേരാണ്. ഇനി അടുത്തത് പോളോ കളിക്കാര് എത്ര പേരാണ്? പോളോ 4 പേരാണ് കേട്ടോ. ഇനി അത് വാട്ടർ പോളോ ആണെങ്കിൽ 7 പേരാണ്. ബേസ്ബോൾ എത്ര പേരാ പറഞ്ഞേ? 9 അല്ലെ. കബഡി 7, പോളോ 4. ഇനി അടുത്തത് വോളിബോൾ ആണ് ചോദിക്കുന്നെങ്കിലോ. വോളിബോൾ ആണ് ചോദിക്കുന്നെങ്കിൽ 6 പേര് കളിക്കും. വോളിബോള് 6. ഇനി ബാസ്കറ്റ് ബോൾ ആണെങ്കിലോ. ബാസ്കറ്റ് ബോള് 5 കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തത് 47ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ പെടാത്തത് ഏതാണ്? രാത്രിമഴ. രാത്രിമഴ ആരുടെയാണ്? സുഗതകുമാരിയിലെ. രാത്രിമഴ, മണലെഴുത്ത്, തുലാവർഷ പച്ച, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കൃതികൾ ആരുടെയാണ്? സുഗതകുമാരിയുടെയാണ്. അപ്പോ രാത്രിമഴയല്ല. 48ാമത്തെ ചോദ്യം ഏതാണ്? താഴെ പറയുന്നവയിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിന്റൺ. അവര് വഹിച്ചിട്ടില്ല. ആരാണ്? ഓപ്ഷൻ സി, ഹിലാരി ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഹിലാരി ക്ലിന്റൺ ഉണ്ടായിട്ടില്ല കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഉണ്ടായിട്ടില്ല. ബാരക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ തുടങ്ങിയ ആൾക്കാരൊക്കെയാണ് എന്തിലുണ്ടായിട്ടുള്ളത്? ഓപ്ഷൻ സി, 3 മാത്രം. ഓപ്ഷൻ സി ട്ടാ. സി ആണ് ആൻസർ. അടുത്തത്
49 ചോദ്യം 49 എന്താണ്? ഇതിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണെന്നാ ചോദിച്ചേക്കണേ. അത് 75 രൂപയാണ് കേട്ടോ മക്കളെ. 50 ചോദ്യം, ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. എന്താണ്? സംവിധാൻ സദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ്? ജൂൺ 12. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം ആരുടെയാണ്? നമ്മുടെ ആൻ ഫ്രാങ്ക്. PSC ഉത്തര സൂചിക പ്രകാരം ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമായിട്ടാണ് എന്താ പറയുന്ന ആൻ ഫ്രാങ്ക് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആൻ ഫ്രാങ്കിന്റെ ജന്മദിനം ജൂൺ 12 ആണ്. അപ്പോ നാസി ക്രൂരതയ്ക്ക് വെളിച്ചം വീശിയ ഡയറി കുറിപ്പുകൾ എഴുതിയ ജൂത പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തന്റെ ഡയറിക്ക് നൽകിയിരിക്കുന്ന പേര് ഇങ്ങനെയാണ്. എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കിറ്റി എന്നാണ്. എന്താണ്? കിറ്റി എന്നാണ് അതിന്റെ പേരൊക്കെ കേട്ടോ. ഏതായാലും ബാലവേല വിരുദ്ധ ഇവരുടെ പേരാണ് PSC കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ അത് പഠിക്കാനല്ലേ നിവൃത്തിയുള്ളൂ. PSC ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാ. 52-53 ചോദ്യം ഏതാണ്? ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാൻ സാധ്യതയുള്ള താഴെ പറയുന്നവയിൽ ഏതാണ്? താഴെ പറയുന്നതിൽ 53? അപ്പോ നമ്മുടെ പുല്ലല്ലേ വരിക, മറ്റേ എന്താ പറയാ സസ്യബുക്ക്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയിലെ ഇനമാണ്? ചന്ദ്രശങ്കര ആ തെങ്ങിൽ വരുന്നത്, ആ തെങ്ങ് കേട്ടോ. അടുത്തത്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ഏതാണ്? കരളാണ്. അടുത്തത്, വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? ജീവകം ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. താഴെ പറയുന്നതിന് ശരിയായ ജോഡികൾ ഏത് എന്നാണ് ചോദിച്ചേക്കണേ. 57 വന്യജീവി സങ്കേതം നീലഗിരി. വന്യജീവി സങ്കേതമാണോ നീലഗിരി? അല്ല, നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവ്. നാഷണൽ പാർക്ക് സൈലന്റ് വാലി. സൈലന്റ് വാലി നാഷണൽ പാർക്ക്. കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം അല്ല, ബയോസ്ഫിയർ റിസർവ് ആണ്. ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി, അത് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അപ്പൊ അതില് ശരി 57, 2 മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ബി ആണ് ഓപ്ഷൻ ബി. അതന്നെ ഓപ്ഷൻ ബി ആണ് 2 മാത്രം ശരി എന്ന് പറയുന്നത്. അടുത്ത, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാ കൊടുക്കണേ? ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കണതാണ് കേട്ടോ. ഏത്? ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്. അടുത്ത ചോദ്യം എന്താ? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെ ആദരിക്കാനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ചിരുന്നു അല്ലെ. അടുത്ത, താഴെ പറയുന്നതിൽ ആസിഡിന്റെ പൊതു സ്വഭാവം എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കണം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നുള്ളത് ആസിഡിന്റെ സ്വഭാവമാണ്. pH മൂല്യം 7 കുറവാണ് എന്നുള്ളത് ആസിഡിന്റെ സ്വഭാവമാണ്. അപ്പൊ 1ഉം 4ഉമാണ് ഉത്തരം വരിക. 1ഉം 4ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ ഉത്തരം വരിക. 1ഉം 4ഉം കേട്ടോ. ഇനി അടുത്ത 61 ചോദ്യം എന്താ ചോദിച്ചേക്കണേ? 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാണെങ്കിൽ 5 ആണ്. താഴെ പറയുന്നതിൽ സൂര്യോദയം ദൃശ്യമാകുന്ന ആദ്യം ദൃശ്യമാകുന്ന സൂര്യോദയം ദൃശ്യമാകുന്ന ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ആസാമിനെയാണ്. ദോലന ചലനത്തിൽ ദോലന ചലനത്തിൽ പെടാത്തത് എന്നാണ് 63 ദോലന ചലനത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഫാനിന്റെ തലം ദോലന ചലനം അല്ല. സൈക്കിളിന്റെ ചക്രങ്ങളും ക്ലോക്കിന്റെ പെൻഡുലവും ആട്ടുകെട്ടിന്റെ ചലനമാണ് ദോലന ചലനം വരിക കേട്ടോ. അപ്പൊ 2ഉം 4ഉം ഓപ്ഷൻ വരുന്നത് ഏതാ? അതില് ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. അപ്പൊ അതാണ്. ഇനി 64 ചോദ്യം എന്താണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അത് ഓപ്ഷൻ എ ആണ്. അടുത്ത, ചന്ദ്രനിൽ അവസാനമായി കാല് കുത്തിയത് യൂജിൻ സെർനൻ. ആരാണ്? യൂജിൻ സെർനൻ ആണ് കേട്ടോ. ഇനി ലോക ജല ദിനം എന്നാണെന്ന് ചോദിച്ചേ. മാർച്ച് 22 ലോക ജലദിനം കേട്ടോ. അപ്പൊ ലോക ജലദിനം മാർച്ച് 22. 67 ജലദോഷം ഉണ്ടാകുന്നത് എന്ത് മൂലമാണ്? വൈറസ് മൂലമാണ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി? ഏഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഏഡിസ് കൊതുകുകൾ. എയ്ഡ്സ് രോഗത്തിന് കാരണമായിട്ടുള്ള വൈറസിന്റെ പേര് എന്താണ്? HIV വൈറസ് എന്നാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ്. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg എന്നാണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത്, മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ ഉണ്ട്? 206 അസ്ഥികളാണ് മനുഷ്യനുള്ളത്. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഇനാമലാണ്. ഘടകം ഏതാണ്? ഇനാമലാണ് കേട്ടോ.
അടുത്തത് 73ാമത്തെ ചോദ്യം. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഇടിക്കണമെന്നാ പറയണേ അല്ലെ, സ്പന്ദിക്കുന്നു ചോദിക്കണേ. അപ്പൊ 72 തവണയാണ്. 74 പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതലം വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗത്തിന്റെ പേരാണ് ബ്രോങ്കൈറ്റിസ് എന്നത്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ഒരു ജീവിതശൈലി രോഗം അല്ല. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് പേരിക്കുന്ന പേര് മൃതസഞ്ജീവനി എന്നാണ്. ഇരവികുളം ദേശീയോദ്യാനം സംരക്ഷിക്കപ്പെടുന്നത് വരയാടുകളെയാണ്. ഏതാണ്? വരയാടുകളെയാണ് സംരക്ഷിക്കുന്നത്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിക്ക് ഹോർട്ടികൾച്ചർ എന്നാണ് വിളിക്കുന്നത്. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച ഏത് വിത്തിനങ്ങളാണ്? എന്തിന്റെയാണ്? നെല്ലിന്റെ വിത്തിനങ്ങളാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനത്തിന്റെ പേര് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 30 ചോദ്യങ്ങൾ. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.